അപ്പൊ ഞങ്ങള് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടി വന്നതാണ്. സത്യം പറഞ്ഞാല് കുഞ്ഞുങ്ങളെ ഇവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് എല്ലാം ചെയ്യണം, അവരുടെ ഒരു സന്തോഷം ക്യാച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ എവിടാ പോകുന്നത് ഒന്നും ഇവരോട് പറഞ്ഞില്ല. ട്രെയിനിലാണ് പോകുന്നതെന്നാ പറഞ്ഞത്. നമ്മളൊരു സ്ഥലത്ത് കാണാമോ. അപ്പോൾ ഇവർ പല വീഡിയോസിൽ കാണുമ്പോഴും ഈ തായ്ലാൻഡ് കാണുമ്പോൾ പറയാം, അമ്മ നമുക്ക് ആ ടൈഗർ പാർക്കിൽ പോകണം, കുഞ്ഞിപ്പൂലേക്ക് പാല് കൊടുക്കണം. അപ്പം എൻ്റെ മനസ്സിൽ ഞാനും പോയിട്ടില്ല എൻ്റെ കുഞ്ഞിലേന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സന്തോഷം കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒന്ന് നിൽക്കുന്നത് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് പോലൊരു ടൂറ് പ്ലാൻ ചെയ്ത് വന്നതാണ്. സത്യം പറഞ്ഞാൽ പടച്ചോനെ ജീവിതത്തിൽ ഇങ്ങനെ വിഷമിച്ചിട്ടില്ല കേട്ടോ. ഒരു സർപ്രൈസ് പോലും കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ വന്നപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലാ ഒരാഴ്ച മുമ്പേ ക്യാൻസൽ ആയതാണ്. അത് നമ്മുടെ ട്രാവൽ ഏജൻസി അറിയിച്ചിട്ടുണ്ടായിരുന്നു, മെയിൽ അയച്ചു. പകരം ഇന്നലെ ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് ഞങ്ങൾ എയർപോർട്ടുകാരോട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. എനിക്ക് വിങ്ങുവാട്ടോ ശരിക്കും പറഞ്ഞാൽ. എനിക്ക് പൈസ എയർപോർട്ടുകാർ പറഞ്ഞു വേണമെങ്കിൽ നാളെ പോവാ. നമുക്ക് പൈസ ഇത്ര ലക്ഷം രൂപയെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഉറുമ്പ് സ്വരുക്കൂട്ടുന്ന പോലെ സ്വരുക്കൂട്ടുക. അത് ഇവരുടെ ഒരു സന്തോഷം കാണാൻ വേണ്ടി ചെയ്തതാ. എന്തോ പറയണം, വിഷമോ. കാരണം അത്രയും കഷ്ടപ്പെട്ട് നമ്മളുണ്ട്. അതും വിഷമം. അത് പൈസ അങ്ങനെ പോകത്തില്ല, നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ അവർ പറയുന്നു. പക്ഷെ എന്നാലും നമ്മൾ 5 മണിക്കൂർ യാത്ര ചെയ്ത് 5 മണിക്കൂർ അവിടെ നിന്ന് ഇവിടെ വരെ ഇവരോട് ഇങ്ങനെ പറയാം, മക്കളെ ഇപ്പൊ എത്തും, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്നൊക്കെ പറ്റിച്ച് വന്ന് ഇവിടെ വന്ന് അപ്പോഴേ നമ്മള് ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ അല്ല നമ്മളെ പ്ലെയിനിലാ പോന്നെ, ഫ്ലൈറ്റില്. നമ്മള് ഫ്ലൈറ്റിലാ പോന്നെ. നമ്മളിപ്പോ എയർപോർട്ടിൽ പോകുന്നു. ശരിയാ, കാണിച്ചു തരാം. മോനോട് വിശ്വാസം ഉണ്ടോ? അമ്മ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം എപ്പോഴും നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ പോണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സംശയം ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ തന്നെ. ഇപ്പൊ യുദ്ധം നടന്നോണ്ടിരിക്കുക, അതുകൊണ്ട് ഫ്ലൈറ്റിൽ പോവാൻ ഫ്ലൈറ്റ് വേറെ സ്ഥലത്ത് പോവാല്ലോ. ശരിയാ. ശരി. അപ്പൊ എയർപോർട്ട് ആണോ റെയിൽവേ സ്റ്റേഷൻ ആണോ അവിടെ പോയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ. അമ്മ ആണെങ്കിൽ എപ്പോഴും ഫ്ലൈറ്റ് എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് നമുക്ക് എയർപോർട്ടിൽ ചെന്ന് ഈ ഡാൻസ് കളിക്കണ്ട. അവിടെ എയർപോർട്ടല്ല റെയിൽവേ സ്റ്റേഷൻ അല്ല. ഇത് നോക്ക് തിരിയമ്മ, ഇത് എയർപോർട്ടാണോ റെയിൽവേ സ്റ്റേഷൻ ആണോ പറയാൻ നിങ്ങൾ. റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഇതുണ്ട്. ഇത് എയർപോർട്ടാ. എന്നാ ശരി, നമ്മൾ ട്രെയിനിലാണോ ഫ്ലൈറ്റിലാണോ പോകുന്നതെന്ന് കാണാം. ഓക്കെ, കാണാം. ഇവിടം വരെ കേറിട്ടോ. ഇന്റർനാഷണൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. അമ്മ ഇവളില്ലേ, ഇവളെ ഒന്ന് ഇറക്കി വിട്. അമ്മ ഇവക്ക് മനസ്സിലായി ഇത് എയർപോർട്ടാണ്. അവളെ തോറ്റു കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയുക, ഇങ്ങനെ നേരെ പോയ റെയിൽവേ സ്റ്റേഷൻ കൊച്ചിൻ. എന്റെ ആഗ്രഹം ഫ്ലൈറ്റിൽ പോവാനായിരുന്നു. താജ്മഹാലിൽ ട്രെയിനിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഇവരെ ഓരോന്ന് പറഞ്ഞ് ഇവിടെ വരെ കൊണ്ടുവന്ന് ഭയങ്കര സന്തോഷത്തിൽ വന്നിട്ട് അവസാനം എന്റെ പടച്ചോനെ എനിക്കറിയാം. ഇവർക്കും സന്തോഷം വിഷമോ മൊത്തത്തിൽ വിഷമോ. അണ്ണൻ പറയുന്ന കരയിരുത്തുന്നു, മക്കളെ വിഷമിക്കണ്ട, അമ്മ കൊണ്ടുപോകും. മോളോട് ഭയങ്കര സങ്കടം. എന്റെ പൊന്നെ ആടെ ഇങ്ങോട്ട് ആദ്യമായിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോഴേ തായ്ലാൻഡ് ആണെന്ന് അറിയുന്നു കേട്ടോ. അപ്പൊ തൊട്ട് ഭയങ്കര സങ്കടം, പോവാൻ പറ്റത്തില്ല. അതാ മിണ്ടാതെ നിൽക്കുന്ന. ഇത്രയും നേരം എന്തൊരു ബഹളമായിരുന്നു.
ഇനി പടച്ചോന്റെ വിധി പോലെ വരുന്നിടത്ത് വെച്ച് കാണാം ഫ്രണ്ട്സ്, അല്ല എന്ത് ചെയ്യാനാ. അപ്പോൾ മുത്തുമണീസ്, നമുക്ക് അവര് ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് നാളെ രാവിലെ 10:30 ബോംബെ പോയിട്ടാണ് നമ്മൾ പോകുന്നത്. നേരത്തെ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, ഇതിപ്പോൾ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ പെട്ടെന്ന് സെറ്റാക്കി തന്നു. കാരണം നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങാനുള്ള 5 ദിവസത്തേക്കാണ്. അപ്പോൾ 5 ദിവസത്തേക്കാണ് നമുക്ക് അവിടുത്തെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ പിന്നൊരു സന്തോഷം വരും. ഞങ്ങളാണെങ്കിൽ തായ്ലാൻഡിൽ അമ്മായി അത്തായി ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞ താജ്മഹൽ എന്നാണ്. ഞങ്ങളപ്പോൾ താജ്മഹൽ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കുറേ നാൾ, 1 വർഷത്തിന് മുമ്പേ ഞങ്ങൾ ആഗ്രഹിച്ച ഈ തായ്ലാൻഡിൽ പോകണമെന്ന്. അത് നടന്നില്ല. ഞങ്ങൾ താജ്മഹലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ താജ്മഹൽ അല്ല ക്യാൻസലായ, തായ്ലാൻഡ് ക്യാൻസലായെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കൂടുതലും വിഷമമായി. അപ്പോൾ ഇപ്പം അങ്ങനെ ഞങ്ങളിപ്പം സമയം 2:15 എയർപോർട്ടിൽ ഇത്രയും നേരം ഇരുന്നു. അപ്പോൾ അവസാനം നാളെ രാവിലെ 10 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ നമുക്ക് ഫ്രഷ് ആവണം, കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കണം. ഫ്ലൈറ്റിലായിരുന്നെങ്കിൽ നമ്മളങ്ങ് ഉറങ്ങിയേനെയല്ലോ. അപ്പം ഞങ്ങൾ ഒത്തിരി കുറേ അടുത്ത് റൂമിന് അലഞ്ഞു. ഇപ്പം എല്ലാവരും ഓൺലൈനിൽ ബുക്കിംഗ് ആണല്ലോ, നമുക്കറിയാം ഇങ്ങനെ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ കുറേ സാധനം ഭാഗ്യം ഇതിലെ കിടക്കാൻ പറ്റിയ റൂം കിട്ടി. അപ്പം ഇവിടെ ഇനി ഒന്ന് വെയിറ്റ് ചെയ്യണം, എല്ലാം ഒന്ന് തലയായിക്കണം. എന്നാലും 5 മണിക്കൂർ കിടക്കാം, ഉറങ്ങാം. എന്നിട്ട് എണീറ്റ് രാവിലെ ഫ്രഷായി ഒരു 7-7:30 ആകുമ്പോൾ എയർപോർട്ടിൽ പിന്നെയും കയറണം. 10:30 ഫ്ലൈറ്റ് നേരെ മുംബൈ, അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഇങ്ങനെയൊക്കെ ആയി. കുഴപ്പമില്ല, എന്തുമില്ല. കുറച്ച് വിഷമിച്ചാലും പഠിച്ച സന്തോഷം ഉണ്ടായിരുന്ന വിശ്വാസം. ഇന്നലെ അത്രയും അലച്ചിലും ടെൻഷനും ഒക്കെ അനുഭവിച്ചതുകൊണ്ട് തന്നെ രാവിലെ ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 6:45 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഫ്രഷ് ആയതേ കുളിച്ച് റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നമ്മുടെ എയർപോർട്ടിന് അടുത്തുള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ 7:30-7:45 ആകുമ്പോഴത്തേക്കും നമുക്ക് എയർപോർട്ടിനകത്ത് കയറണം. ഓരോ നെയ് റോസ്റ്റൊക്കെ വാങ്ങിച്ചു, പക്ഷേ കഴിക്കാനൊരു മനസ്സേ ഇല്ലായിരുന്നു. ഭയങ്കര ടെൻഷൻ, എന്താണെന്നറിയത്തില്ല. ക്യാൻസലായി പോയപ്പോൾ തൊട്ടുള്ള ടെൻഷനാണ്. ഇനിയിപ്പം നമ്മൾ അവിടെ ചെന്നാലേ ആ ഒരു ടെൻഷൻ അങ്ങോട്ട് മാറും. ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ 5 ദിവസത്തേക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് പേയ്മെൻ്റ് ഒക്കെ കൊടുത്തതാണ്. പിന്നെ ഇന്നലെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് പിന്നെ 2ാമത് ചെയ്തു. ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ. ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ. എന്തായാലും പടച്ചോൻ അതെല്ലാം മാറ്റി തന്നു. ഇന്നും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഇന്നലത്തെ എങ്ങനെ ഇതായി, പെട്ടെന്ന് ടിക്കറ്റ് എടുത്തതാണോ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ നെഞ്ച് തന്നെ എടുക്കുന്നു എന്ന് പറയാൻ ഇരുന്ന്. അണ്ണനിപ്പം ടോയ്ലറ്റിൽ പോയിട്ടോ. അപ്പം എന്തായാലും ബോഡി പാസ് കയറി ഇരുന്ന് കഴിഞ്ഞപ്പം ടെൻഷൻ അങ്ങ് മാറി. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഡൊമസ്റ്റിക്കിലാണ് പോകുന്നത്. ഇനി നമ്മൾ മുംബൈയിൽ നിന്ന് വേണം മറ്റേ ഫ്ലൈറ്റിൽ പോകാനായിട്ട്. എന്തായാലും പൊന്നൂസിൻ്റെയും മോനൂട്ടൻ്റെയും ഭാഗ്യം എന്നാണ് അണ്ണൻ പറയുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ശരിയായത്. സത്യമാണ്, എനിക്കതെങ്കിൽ ഒരു ഭാഗ്യമില്ല കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ്, കൊച്ചിലേ അങ്ങനെയാണ്. പക്ഷേ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് പിന്നെ അങ്ങ് ശരിയാവും. പിന്നെ അണ്ണനും കൂടി ഇപ്പോൾ കൂടിയത് കൊണ്ട് അത് ഞങ്ങൾക്ക് ശീലമായി. തായ്ലാൻഡ് ഇവരുടെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഇതൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നയാണോ, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഇന്നലെ സങ്കടമായിരുന്നല്ലോ. സാരമല്ല, പടച്ചോനൊരു വിഷമം തന്ന ഒരു സന്തോഷം. താജ്മഹലാന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും മുത്തുമണീസ് നമ്മുടെ യാത്രയിലെ ഓരോ സന്തോഷമായ നിമിഷമാണ്. ഒരുപാട് പേര് തായ്ലാൻഡ് കാണാത്തവരും ഉണ്ട്. പിന്നെ ഒരുപാട് തായ്ലാൻഡ് അപ്പം ഞാനിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കുമ്പം എൻ്റെ മനസ്സിൽ എന്താണ്, നമ്മുടെ ഫാമിലിയിലുള്ള യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരുപാട് പേര് കണ്ടിട്ടുള്ളതും കാണാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ചില സ്ഥലങ്ങളായിരിക്കും നമ്മൾ പോകുന്നത്. എല്ലാവർക്കും എല്ലായിടത്തും പോകാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം ഞാൻ കാണുന്നതിനോടൊപ്പം നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഒരു മൈൻഡുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് വീഡിയോ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കും, കാരണം നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതെന്തായാലും പടച്ചോൻ എനിക്ക് ആ ഒരു മനസ്സുള്ളത് കൊണ്ട് എല്ലാം ശരിയാക്കി തരുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ ഇല്ലേ മുതലയുടെ ഇതുണ്ട്, മുതല ഞാൻ സർക്കസ് കാണിക്കും. ഒരാള് മുതലയുടെ തലയില് കഴുത്തൊക്കെ വെക്കും, തലയൊക്കെ വെക്കും. എന്നിട്ട് മുതലയുടെ അവിടെ പോയി ഫോട്ടോ എടുക്കും. മുതലയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ.
കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കണം നമുക്ക് പാല്. ഓ ശരിയടി. കണ്ട അവിടെ ഒരാൾ വ്ലോഗ് എടുക്കുന്നു. മുത്തുമണി ഈ സംഗതി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി, മുംബൈ ഫ്ലൈറ്റിൽ. ഞാനും പൊന്നൂസും മോനുകുട്ടനെ രണ്ടാമത്തെ തവണ അല്ലയോ? സാധാരണ പിന്നെ കുറേ തവണ ആയല്ലോ, ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ്. അപ്പം നമുക്ക് മുംബൈയിൽ അങ്ങോട്ടൊരു ഫ്ലൈറ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. എങ്ങനെ 1 ലക്ഷദ്വീപിൽ പോയപ്പോ ഇവ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും അത് നമ്മൾ കണക്ക് കൂട്ടണ്ട. കയറി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ്ട് പുറത്തോട്ടുള്ള വ്യൂ ആണ്. ഈ വിൻഡോ സീറ്റിലിരിക്കാൻ 2 എണ്ണം അടിയും വഴക്കും ബഹളവും. അപ്പം ഞാൻ പൊന്നൂസിനെ ഇങ്ങ് മാറ്റിയിട്ട് ഞാൻ അവിടെ ഇരിക്കുവാണെങ്കിൽ ബഹളവും പ്രശ്നമൊക്കെ തീരും. മാറിത്തരാം കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇച്ചിരി കഴിഞ്ഞ് ഉറങ്ങാനാ. അതിനെന്തുവാ അണ്ണൻ വേറെ കേട്ടോ. ഈ സത്യത്തിൽ എൻ്റെ സീറ്റ് അവിടെ, പിന്നെ ഞാൻ ഇവരുടെ ഇവിടെ ഇരിക്കാൻ വേണ്ടി അണ്ണനെ പിടിച്ച് അവിടെ ഇരുത്തി. എന്തായാലും ഹാപ്പി. മുത്തുമണി ഈസ് ഹാപ്പി. ഇനി കുറെ കൂടെ ഹൈറ്റിൽ പോയാൽ പിന്നെ ഒന്നും കാണാൻ ഒക്കത്തില്ല, മഞ്ഞ് മാത്രമേ കാണൂ. നമ്മുടെ മേഘങ്ങളുടെ മണ്ടേ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് നോക്കുമ്പോൾ മറ്റേ പഞ്ഞികൾ കിടക്കുന്നതിൻ്റെ വീട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെ എത്തിയേ? മുംബൈ എത്തി. അതെ, മുംബൈ വരേണ്ട ആവശ്യമില്ല. മുംബൈ മൊത്തം ഫ്ലൈറ്റ് ഇരുന്ന് കണ്ട് ഇങ്ങനെ നിന്നാ മതി. അല്ല സത്യത്തിലേ എന്തോ നടക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും, എത്തിപ്പെടും, ഇറങ്ങേണ്ട വരും എന്നൊക്കെ. അതൊക്കെ എന്തോ അത്ഭുതം പോലൊക്കെ സംഭവിച്ചു. ആദ്യമൊരു വിഷമങ്ങളൊക്കെ തന്നു, പിന്നെ വലിയൊരു സന്തോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഭയങ്കര സങ്കടം, പിന്നെ എല്ലാം ശരിയായപ്പോ മാറി. നമ്മള് കാറിനകത്തിരുന്ന് ഇവരെ പറ്റിച്ചു. പിന്നെ അതായത് താജ്മഹലിൽ പോവാ, ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ബോംബെ വരെ ട്രെയിനിലാ പോകുന്നത്. പിന്നീട് എയർപോർട്ടിൽ എത്തിയപ്പോ ഞങ്ങൾ അവസാനം നല്ല മുംബൈ വരണ്ട കള്ളം പറഞ്ഞു സത്യമായി. പിന്നെ അവസാനം എല്ലാം ശരിയായപ്പം ഡൽഹി ഉണ്ടായി. എന്തൊരു ടെൻഷനായിരുന്നില്ലയോ? വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആദ്യമായിട്ട് ഇത്രയും വർഷത്തിനായിട്ട് വെഡിങ് ആനിവേഴ്സറി ദിവസം ടെൻഷൻ ഇന്നലെ ആയിരുന്നല്ലോ, ഇന്നായിരുന്നല്ലേ അതിന് പിറ്റേ ദിവസം. അപ്പൊ നമുക്ക് ഇനി ഇവിടെ എത്ര മണിക്കൂറാ? ഇവിടെ ഒരു 3 മണിക്കൂർ. 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. ഇത് ഭയങ്കര ബഡാ എയർപോർട്ടാണ് കേട്ടോ. നടന്നിട്ടും അങ്ങോട്ട് എത്തുന്നില്ല, എവിടെയാണെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ശരീരം വേദനയും ഒരു വല്ലായ്മയൊക്കെ. അങ്ങനെ അണ്ണൻ്റെ മണി എക്സ്ചേഞ്ച് ചെയ്തു, നമ്മുടെ തായ്ലാൻഡിലെ മണി. അത് നമുക്ക് കൊച്ചിയിൽ നിന്ന് മാറണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അവിടെ പറ്റിയില്ല. നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു ഇവിടെ വന്നിട്ട് മാറിയത്. അപ്പം നിങ്ങൾ അങ്ങനെ തായ്ലാൻഡിലേക്കൊക്കെ ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് കൊച്ചി എയർപോർട്ടിൽ നിന്ന് തന്നെ പൈസ മാറിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. എനിക്കാണെങ്കിൽ ഭയങ്കര തലകറക്കവും ബോഡി പെയിനൊക്കെ തോന്നി. പിന്നെ ഒരു ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ഇരിക്കുവാണ്. കുറച്ച് സ്നാക്സ് കരുതിയിരുന്നത് കൊണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, മുറുക്ക്, കേക്കും ഒക്കെ. പിന്നെ എനിക്കങ്ങ് വല്ലാണ്ട് വന്നപ്പോഴത്തേക്കും പൊന്നൂസും മോനുകുട്ടനും എനിക്ക് കൈയും കാലും തലയും ഒക്കെ തടവി തരുമായിരുന്നു. എന്താ പൊന്നു അവിടെ പോ, അത് തുറമോനെ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ എവിടെ എത്തി? തായ്ലൻഡിലെത്തി. അതെ, വിഷമങ്ങൾ ലാസ്റ്റ് സന്തോഷമായി. മോളോട്ട് അത്താഴത്ത് പോ. ഈ ബസ്സിലാണോ നമ്മള്? മോളോട്ട് നിക്കി പറയും. ഓപ്പൺ ആക്കുമ്പോഴേ പതുക്കെ കയറിയായത് കേട്ടാ പൊന്നോ. ആക്കിയായിരിക്കും.
ഇതേ നമ്മള് വന്ന ഫ്ലൈറ്റ് ഇതാണ് കേട്ടോ മുത്തോണി. നമ്മള് വന്ന ഫ്ലൈറ്റ് ആണ്. മോനോട്ടഞ്ഞു വാ, മേളിൽ പോയി ഇരുന്നോ. അവിടെ ഇരുന്നോ. ഭയങ്കരമായിട്ട് ആള് വരും കേട്ടോ. അതാണ് നമ്മള് വന്ന ഫ്ലൈറ്റ്. അൽഹംദുലില്ലാ ഇച്ചിരി വിഷമിച്ചെങ്കിലും കുറച്ച് കറങ്ങിയായാലും നമ്മൾ എത്തി. അതെ, ഇവിടെ എത്തി കേട്ടോ. അത് നമുക്ക് ഇറങ്ങാം. ഇനി നമുക്ക് ലഗേജ് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കാൻ വന്നിട്ടുള്ള ആളെ കണ്ടുപിടിക്കണം. നമ്മുടെ ലഗേജ് ഒക്കെ വന്ന് കാണുവാണേ. ഫ്ലൈറ്റ് ഒരു 4-4.5 മണിക്കൂറായിട്ടിരുന്ന് തണുക്കുന്നതുകൊണ്ട് ഭയങ്കര ഇത് വേണ്ടി പോവാൻ. കുഞ്ഞുങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. കുറച്ച് സ്നാക്സ് ഒക്കെ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്. ഈ കുഞ്ഞിന് രാവിലെ നെയ് റോസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. പിന്നെ ഇതുവരെ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. അങ്ങനെ നമ്മൾ തായ്ലാൻഡ് എയർപോർട്ടിലെത്തി മുത്തുമണീസ്. ലഗേജിന്റെ സ്ഥലത്ത് എവിടാ നോക്കാം. നമ്മുടെ ഒരു ബാഗ് കിട്ടി, സെക്കൻഡ് ബാഗ്. ഇനി ഒരു ബാഗ് കൂടെ ഉണ്ട് കേട്ടോ. അതേ മോനോട്ടും കൊണ്ടുവരുന്നത്. കിട്ടി എല്ലാം കിട്ടി. ബാ ഇനി നമുക്ക് നമ്മളെ വിളിക്കാൻ വന്ന ആളെ കണ്ടുപിടിക്കാം. സ്വയംവരം വന്നിട്ട് ചാടി എടുത്തത്. വാ അണ്ണേ ബാ, കിട്ടി കേട്ടോ, എല്ലാ ബാഗും കിട്ടി. അണ്ണേ ഒന്ന് വായിച്ചു നോക്ക്, നമ്മുടെ പേര് എവിടെങ്കിലും ഉണ്ടോന്ന്. അതാണ് മീറ്റ് പോയിന്റ്. ഇതാ മീറ്റ് പോയിന്റ്. സാലിഹ ഷാജഹാൻ. ഷാജഹാൻ റഹീം, അത് തന്നെ. രാത്രി ആയതുകൊണ്ട് ഒരു 10 മണിയായി. 10 മണി. സ്ഥലങ്ങളൊന്നും കാണിക്കുന്ന കാര്യം നിവൃത്തിയില്ലല്ലോ, നമുക്കും മനസ്സിലാവുന്നില്ല. പിന്നെ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പത്തേ നമുക്കുള്ള വണ്ടി വന്നു, ലഗേജൊക്കെ കയറ്റുവാണ്. ഈ പൊന്നൂസിന് മോനൂട്ടന് നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട് ഹോട്ടലിലോട്ട് കേട്ടോ. പോകുന്ന വഴി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. മോനുണ്ടെങ്കിൽ വന്നേ. അവൻ ഈ കാറിൻ്റെ ഒക്കെ പേരും ഇതൊക്കെ നോക്കുന്നതാണ് ഹോബി. കയറിക്കോ, കയറ് മോനോട്ടം കയറ്. ഹോട്ടലിൽ പോകാൻ 1 മണിക്കൂർ എടുക്കുന്നു. അണ്ണ ഒന്ന് ഇത് പറ അണ്ണേ, ഫുഡിന്റെ കാര്യം. ഫുഡ് ഓ, നിങ്ങൾ രണ്ടിനെയും പിന്നെ എന്നെ കൊണ്ടുവന്നത് പറയണം. അയ്യോ, കണ്ടോ തിരക്കിയ സാധനം കിട്ടിയോ? സ്വിമ്മിങ് പൂളേ ഇതുകൊണ്ട് അവിടെ. അത് തന്നെ, വീട്ടിൽ നിന്നേ ഇതായിരുന്നു നമ്മളുടെ റൂം എടുത്തത്. ഈ സ്വിമ്മിങ് പൂള് കാണുവോ കണ്ടേ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി മുത്തുമണി. പക്ഷെ ഫുഡ് വാങ്ങാൻ നിർത്തിയില്ലായിരുന്നു കേട്ടോ. നമുക്കിപ്പം അലച്ചിലായി. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇപ്പൊ സമയം നമ്മുടെ റൂമിൽ നിന്ന് തന്റെ വ്യൂ ഉണ്ട്. അത് കണ്ടോ, സ്വിമ്മിങ് പൂളിന്റെ വ്യൂ കണ്ടോ? ശരിയാ, പകല് കാണിക്കാം. വാ. കുഞ്ഞുണ്ട് വലുതുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് താഴെ നടന്ന് പോയിട്ട് വേണം ഫുഡ് മേടിച്ചോണ്ട് വരാൻ. പിള്ളേരങ്ങ് വലഞ്ഞു കേട്ടോ മുത്തുമണി. സമയം ഇപ്പം നമ്മുടെ നാട്ടിലെ 9:45, ഇവിടെ 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. കാണാൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് നമ്മുടെ നാട് പോലെ തന്നെ തെങ്ങ്, റബ്ബർ, ഇവിടെ റബ്ബർ കൃഷി ഉണ്ടല്ലോ കൂടുതൽ. പിന്നെ നമ്മുടെ നാട് പോലെ തന്നെ എനിക്ക് തോന്നിയേ. അമ്പലങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ഇവിടുത്തെ. അതെ, പക്ഷേ പച്ചപ്പും പോച്ച അതൊക്കെ എനിക്ക് അങ്ങനെ തന്നെ തോന്നി, നമ്മുടെ വീട് പോലെ. അപ്പൊ ഇനി നമുക്ക് ഫുഡ് വാങ്ങാം. ഇവിടെ റൂം കാണാം. ഇതാണ് നമ്മുടെ റൂം. കൊള്ളാം, നല്ല റൂം. എക്സ്ട്രാ ഒരു ബെഡും ഉണ്ട്. ബാൽക്കണി വേണ്ട മുത്തുമണി, ബാൽക്കണി. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ പൂള്. വേണ്ട നല്ല തായ്ലാൻഡ് വ്യൂ. വൈകുന്നേരം മഴ പെയ്തതിൻ്റെ ആയിരുന്നു ഇതൊക്കെ. എന്താണ് നമ്മുടെ റൂമിന്റെ ഇങ്ങോട്ടുണ്ട്. വാ 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 വാ, നമുക്ക് ഫുഡ് മേടിച്ചോണ്ട് വരാം. അതാ നമ്മുടെ പ്രധാന കാരണം. വാ മോനൂട്ടാ,
ഫുഡ് വാങ്ങിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ബാ 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 ബാ. ആ ആ ഭാഗ്യം പൈപ്പ് ഉണ്ടെന്ന്. ഞങ്ങളെ എയർപോർട്ടിൽ പോയപ്പോഴേ ബാത്റൂമിൽ വെള്ളമില്ല മുത്തുമണി. ടിഷ്യൂവും സാനിറ്റൈസറും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഇവിടെ ഇത് ബാത്റൂം. അതേ പൊന്നൂസ് എന്നോട് പറയാ യു അമ്മ വെള്ളമില്ല അതെങ്ങനെയാ? എന്തായാലും ഇവിടെ വെള്ളമുണ്ട്. സമയം കളയല്ലേ, വിശന്ന് വയ്യ. അങ്ങനെ ഭയങ്കര മഴയായിരുന്നു മുത്തുമണി. ഞങ്ങള് റിസപ്ഷനിൽ നിന്ന് 2 കുടയും വാങ്ങിച്ച് അങ്ങ് ഇറങ്ങി. 12 മണിയായി. ടൗണിൽ നടന്നു വന്നു. ഒരു കടയിൽ വന്നപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഫുഡ് ഞാൻ കഴിക്കാൻ പോകുന്നത്. നോക്കട്ടെ. നൂഡിൽസ് ഒക്കെ പറഞ്ഞല്ലേ? അതെ, ഫ്രൈഡ് റൈസ് നൂഡിൽസ്. നമ്മുടെ അവിടുത്തെ സാധനം തന്നെ നമ്മൾ ഇവിടെ വന്ന് ഓർഡർ ചെയ്യും. ആ വെള്ളം ഒഴിക്കും. എന്തെങ്കിലും കിട്ടിയാൽ മതി. കാരണം കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു. ഓ ആ ഫ്രൈഡ് റൈസ് വന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. തരും. യോ ഏതോ വീഡിയോ കണ്ടിട്ട് പരിഷ്കാരി സ്റ്റോപ്പ് സ്റ്റിക്ക് വെച്ചൊക്കെ കഴിക്കൂ. അല്ലാണ്ട് ഓംപ്ലേറ്റ് മോനൂട്ടാ. സൂപ്പാണോ ഉണ്ണേ? സൂപ്പാണോ? ഓഹോ, നീ കഴിക്ക്. കൊള്ളാ പൊന്നു. ഞാനൊന്ന് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടാ? വെജിറ്റബിളിന്റെ ഒരു ഇതുണ്ട്. നമ്മുടെ അവിടുത്തെ പോലെ മസാലകളൊന്നും ഒത്തിട്ടില്ല. നല്ല കൊള്ളാം. കഴിക്കാം. വിശപ്പ് നല്ല വിശപ്പുള്ളതുകൊണ്ട് കഴിക്കാം. ചെറിയൊരു ഡപ്പയിൽ തന്നെ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട്. ഞങ്ങളിപ്പം ഈറ്റിംഗ് റിച്ച് കൺട്രി എന്ന് പറഞ്ഞാൽ കഴിച്ചോ? കൊള്ളാം, ഫുഡ് കൊള്ളാം. ഇനി സാൻഡ്വിച്ചും നൂഡിൽസും വരാനുണ്ട്, അത് വന്നിട്ട് നോക്കാം. ആ മുട്ട ഞാനും 3 തരും. ആ മുട്ട അത്തച്ചിയും പൊന്നൂസും കേട്ടോ. നമ്മുടെ നൂഡിൽസ് വന്നു. ടേസ്റ്റ് നോക്കാം, വെറൈറ്റി ടേസ്റ്റ് വല്ല ആണോന്ന്. ഓ പരിഷ്കാരി കഴിച്ചു നോക്കണ്ടേ? കൊണ്ട് തിന്നാൻ പറ്റുമോടാ? പൊന്നൂസിനും ആഗ്രഹം കുച്ചി കൊണ്ട് തിന്നണമെന്ന്. എന്നാ തിന്ന്. പിടിക്കാൻ പറ്റുമോ അതുകൊണ്ട് പൊന്നു? അല്ല എല്ലാം തറയിൽ പോന്ന്. അവിടെ കഴിച്ചോ? ആ എങ്ങനുണ്ട്? കൊള്ളാവടി? അടിപൊളിയാണോ? നോക്കി ഞങ്ങൾ നോക്കണം. ഞാൻ സ്പൂണിലായിട്ട്. ചൂട് ഭയങ്കര. ഫ്രണ്ട്സ്, അപ്പോൾ റൂമിൽ വന്നു. ഇനി ത്രാണിയില്ല. എങ്ങനെയെങ്കിലും ഡ്രസ്സ് മാറണം, ഫ്രഷ് ആവണം, കിടക്കണം. വെള്ളം ഉണ്ടായിരുന്നോ? ആ നീ ഒന്ന് മിണ്ടായില്ല, മനുഷ്യൻ ജീവിക്കട്ടെ. അവൻ AC. അപ്പം മുത്തുമണി ബാക്കി നമ്മുടെ വിശേഷങ്ങളൊക്കെ നാളത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്താട്ടോ. ഇപ്പം ഇനി ഇതിനകത്ത് ചാർജില്ല, കുത്തിയിടണം, മൈക്ക് കുത്തിയിടണം. എന്തായാലും സന്തോഷമായി, നമ്മളിവിടെ എത്തിയല്ലോ. ഒരു ദിവസത്തെ നമ്മുടെ ട്രിപ്പ്. അതെ, നാളെ തൊട്ടുള്ള അടിപൊളി. അതെ, 4 ദിവസത്തെ വ്ലോഗ് കാണും. അപ്പൊ നാളത്തെ നമ്മുടെ എവിടെയൊക്കെ പോകുന്നു എന്നൊക്കെയുള്ള ഇതാട്ടോ. പിന്നെ പറഞ്ഞവരോട് പറഞ്ഞു. അപ്പോൾ ലവ് യു മുത്തുമണി.